സോയ ചങ്ക്സ് വെച്ചിട്ട് ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ ഒരു കുട്ടി റെസിപ്പി പറയട്ടെ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള സോയാബീൻ എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് നന്നായി വേവിച്ച് കഴുകി വാരി എടുത്തു വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് 2 സവാള, തക്കാളി, 2 ചെറിയ ഉരുളക്കിഴങ്ങ്. അതിനകത്ത് ആദ്യത്തെ ഒരു സവാളയും ഒരു തക്കാളിയും കൂടെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ലേശം ഉപ്പ് മാത്രം ചേർത്ത് നമ്മൾ വഴറ്റി എടുക്കുക. അത് നമുക്ക് അരച്ച് പേസ്റ്റാക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്ത് വയ്ക്കുക. അല്പം മാത്രം വെള്ളം ഒഴിച്ച് അത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. മറ്റൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മളുടെ രണ്ടാമത്തെ സവോളയും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പൊട്ടറ്റോയും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം അല്പം ഗരം മസാല, ലേശം ചിക്കൻ മസാലയും കൂടെ ഞാൻ ആഡാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഏത് മസാല വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു പേസ്റ്റ് അതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പൊട്ടാറ്റോ കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ചേർത്ത് അല്പസമയം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഗ്രേവിയൊക്കെ നന്നായി കുറുകി പൊട്ടാറ്റോ ഒക്കെ ഒന്ന് ഉടയുന്ന പരുവത്തിലെത്തുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോയ ചങ്ക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സോയ ചങ്ക്സിൽ നമ്മുടെ മസാലയൊക്കെ പിടിക്കുന്ന അതിനത്രയും ആവശ്യമുള്ള കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കുറച്ചധികം സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യുക. ഞാൻ കുറച്ച് തിക്ക് ഗ്രേവിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ലോ ഫ്ലെയിമിലിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ മസാലയും ഉപ്പും എല്ലാം ആ ഒരു സോയ ചങ്ക്സിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തിക്കായിട്ടുള്ള സോയ ചങ്ക്സ് കറി ഇവിടെ റെഡിയാണ്. ചപ്പാത്തിക്കൊപ്പം മാത്രമല്ല ചോറിനോ അപ്പത്തിനോ ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് പ്രിഫർ ചെയ്യാവുന്നതാണ്. എപ്പോഴും ചിക്കനും ബീഫും ഒക്കെ വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് എപ്പോഴെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണമെന്ന് തോന്നിയ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഓപ്ഷൻസ് എന്തെങ്കിലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സോയ ചങ്ക്സിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി റെസിപ്പി. താങ്ക്